ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ശരത്. ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗൂഗിൾ പേ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. പതിവ് പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക. ഗൂഗിൾ പേ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നത് ഏറെക്കുറെ ആളുകൾക്കും അറിയുന്ന കാര്യമായിരിക്കും. എങ്കിലും അറിയാത്ത ചിലരെങ്കിലും നമുക്കിടയിൽ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പേയ്മെൻറ്റ് ആപ്പുകളിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉള്ളതിനാൽ ഫോട്ടോസിൻ്റെയും സ്ക്രീൻഷോട്ട്സിൻ്റെയും സഹായത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ ഒന്നേന്ന് തന്നെ തുടങ്ങണമല്ലോ. അതുകൊണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പ്ലേ സ്റ്റോറിൽ നിന്നും ജിപേ എന്ന ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആയതിനു ശേഷം ജിപേ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു സ്ക്രീനായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അവിടെ നിങ്ങളുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം താഴെയായി കണ്ടിന്യൂ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് അടുത്ത സ്ക്രീനിലോട്ട് കടക്കുക. ഇപ്പോൾ ഇത്തരത്തിലൊരു സ്ക്രീനായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നിങ്ങളുടെ പേര്, മെയിൽ ID, മൊബൈൽ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെയായിട്ട് ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത സ്ക്രീനിലോട്ട് പോകാവുന്നതാണ്. അഥവാ നിങ്ങൾക്ക് മെയിൽ ID ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് നമ്മൾ മെയിൽ ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതാണ്. ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP വെരിഫൈ ആയി അടുത്ത സ്ക്രീനിലോട്ട് കിടക്കാവുന്നതാണ്. ഇതാണ് ഗൂഗിൾ പേയുടെ മെയിൻ ഇൻ്റർഫേസ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അവിടെ മേളിലായി ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഗൂഗിൾ പേയുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും. ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തതിന് ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു സ്ക്രീനായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നും നിങ്ങളുടെ ഏത് ബാങ്കാണോ അത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ താഴെ കണ്ടിന്യൂ ബട്ടൺ കാണാൻ സാധിക്കും. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫൈൻഡിങ് ബാങ്ക് അക്കൗണ്ട് എന്ന ഒരു ലോഡിംഗ് സ്ക്രീനായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ആ ലോഡിംഗ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇത്തരത്തിലൊരു സ്ക്രീനായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ആക്ടിവേറ്റഡ്, യു ആർ സെറ്റ് ടു മേക്ക് പേയ്മെൻറ്റ്സ്. ഇതിന് താഴെയായിട്ട് രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നോട്ട് നൗ, സെറ്റ് UPI നമ്പർ. സെറ്റ് UPI നമ്പർ കൊടുത്ത് UPI നമ്പർ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. UPI നമ്പർ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പേ വഴി ക്യാഷ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഗൂഗിൾ പേ ഉപയോഗിച്ച് ചെയ്യേണ്ടി വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഷോപ്പിൽ ചെന്നിട്ട് QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബാലൻസ് ചെക്ക് ചെയ്യുന്നത്, ഒരു മൊബൈൽ റീചാർജ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ കൂടുതലായിട്ട് പറഞ്ഞു തരുന്നത്. ഗൂഗിൾ പേ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേ ഓപ്പൺ ആകുന്ന സമയം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്കാൻ ഇൻ QR കോഡ്, പേ കോൺടാക്ട്സ്, പേ ഫോൺ നമ്പർ, ബാങ്ക് ട്രാൻസ്ഫർ, പേ UPI ID ഓർ നമ്പർ, സെൽഫ് ട്രാൻസ്ഫർ, പേ ബിൽസ്, മൊബൈൽ റീചാർജ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ UPI IDയും കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ സ്കാൻ എനി QR കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിലോ മറ്റും പോകുന്ന സമയത്ത് QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് സെൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്ത ഓപ്ഷൻ പേ കോൺടാക്ട്സ് ആണ്. നിങ്ങളുടെ ഫോണിലുള്ള കോൺടാക്ട്സിൽ ആരൊക്കെ ആ നമ്പർ ഉപയോഗിച്ച് ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഏത് നമ്പറിലോട്ടാണോ അല്ലെങ്കിൽ ആർക്കാണോ പേയ്മെൻറ്റ് അയക്കേണ്ടത് അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അയക്കാനുള്ള ഓപ്ഷൻസ് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്ത ഓപ്ഷൻ പേ ഫോൺ നമ്പറാണ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് UPI വെരിഫൈഡ് ആയിട്ടുള്ള നമ്പറുകൾ സെർച്ച് ചെയ്ത് അതിലോട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ഓപ്ഷൻ ബാങ്ക് ട്രാൻസ്ഫർ ആണ്. ഒരു പക്ഷേ ഗൂഗിൾ പേ യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ അയാളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ച് അയാളുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ടുള്ളത് പേ UPI ID ഓർ നമ്പറാണ്. അതായത് UPI IDയിലേക്ക് പണം അയക്കുന്നതിനാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്തത് സെൽഫ് ട്രാൻസ്ഫർ ആണ്. അതായത് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഒരു ഗൂഗിൾ പേയിൽ യൂസ് ചെയ്യുമ്പോൾ പരസ്പരം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. പിന്നത്തത് പേ ബിൽസ് ആണ്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല്, വാട്ടർ ബില്ല്, കറണ്ട് ബില്ല് ഇതെല്ലാം പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. പിന്നത്തത് മൊബൈൽ റീചാർജ് ആണ്. നിങ്ങളുടെ മൊബൈൽ റീചാർജ് ചെയ്യുന്നതിന് ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഈ സ്ക്രീനിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നിങ്ങളുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാനും ഗൂഗിൾ പേ ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യുന്നതിനും ബാലൻസ് ചെക്ക് ചെയ്യുന്നതിനും ഉള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും.
ഇനിയൊരു പക്ഷേ നിങ്ങൾക്ക് 2 ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 2 ബാങ്ക് അക്കൗണ്ടുകളും ഗൂഗിൾ പേയിൽ ലിങ്ക് ചെയ്ത് മാറി മാറി ഉപയോഗിക്കാവുന്നതാണ്. അത്തരത്തിൽ 2 ബാങ്ക് അക്കൗണ്ടുകളും ഒരു ഗൂഗിൾ പേയിൽ യൂസ് ചെയ്യുന്നതിനായിട്ട് മേളിൽ കോർണറിലായിട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൻ്റെ മേളിൽ കോർണറിലായിട്ട് ഒരു QR കോഡിൻ്റെ പടവും കാണാൻ സാധിക്കും. ആ QR കോഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ QR കോഡ് കാണാൻ സാധിക്കും. ഈ QR കോഡ് കാണിച്ചാൽ നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്ന് പേയ്മെൻറ്റ് സ്വീകരിക്കാവുന്നതാണ്. അതിൻ്റെ താഴെയായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ടാമത്തെ അക്കൗണ്ട് ആഡ് ചെയ്യുന്നതിന് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ എൻ്റെ ഗൂഗിൾ പേയിൽ 4 ബാങ്ക് അക്കൗണ്ടുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒന്നോ അതിലധികമോ എത്ര വേണമെങ്കിലും ബാങ്ക് അക്കൗണ്ടുകൾ നിങ്ങൾക്കിതിൽ ആഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഈ സ്ക്രീനിൻ്റെ താഴെയായിട്ട് ഇൻവൈറ്റ് ഫ്രണ്ട്സ്, ഓട്ടോ പേ ബിസിനസ്, സെറ്റിങ്സ്, മാനേജ് ഗൂഗിൾ അക്കൗണ്ട്, ഗെറ്റ് ഹെൽപ്പ്, ലാംഗ്വേജ്, ഇത്ര ഓപ്ഷൻസാണ് ഉള്ളത്. ഇത് ഡിജിറ്റൽ പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണെങ്കിലും ഈ വീഡിയോ കാണുന്നവർ അത്രത്തോളം ഡിജിറ്റൽ പേയ്മെൻറ്റ് യൂസ് ചെയ്യുന്നവരായിരിക്കില്ലല്ലോ, അതുകൊണ്ട് പറയുവാണ്. ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള ഫ്രോഡ് പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ബാങ്കിൽ നിന്നാണെന്നോ മറ്റും പറഞ്ഞ് വിളിച്ച് OTP കാര്യങ്ങളോ വല്ലതോ അയച്ചിട്ടുണ്ട്, അത് തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് ഷെയർ ചെയ്യാൻ പാടില്ല. മാത്രവുമല്ല ഒരു പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്നോ മറ്റും ലിങ്കുകളോ മറ്റും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ലിങ്കുകൾ ഓപ്പൺ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും, നിങ്ങൾക്ക് അതിലോട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.